വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും കുടുംബസഹിതം ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, കാൽവറിയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയിൽ ഒരു ധീര പങ്കാളിയായി തീരുവാൻ, ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരുവാനുള്ള ആ ലക്ഷ്യബോധത്തോടുകൂടി നമുക്കൊരുമിച്ച് പ്രയാണം ചെയ്യാം. നമ്മെ മുന്നിൽ നിന്ന് നയിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുന്നു. നമുക്കവിടെ എത്തിച്ചേരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാൽവറിയിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്രയിൽ പ്രിയ ദൈവജനമേ, നാം ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് അരുളിയ തൻ്റെ വരവിൽ ഒരുങ്ങി നിൽപ്പാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന ചില വസ്തുതകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം. നിങ്ങളുടെ കരങ്ങളിൽ വിശുദ്ധ വേദപുസ്തകമുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, എന്നോടൊപ്പം വെളിപ്പാട് 14 അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ പഠിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അവിടെ പറയുന്നത്, വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ത്രിവിധ ദൂതിൻ്റെ പ്രധാനപ്പെട്ട ദൂത്, ആദ്യത്തെ ദൂതാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ആകാശമധ്യേ പറക്കുന്ന ഒരു ദൂതൻ, അവൻ്റെ കയ്യിൽ ഈ ലോകത്തിൽ വസിക്കുന്ന ഭൂവാസികളായ സകല ജാതിയോടും ഗോത്രത്തോടും വംശത്തോടും ഭാഷയോടും അറിയിപ്പാൻ ഒരു വലിയ ദൂതുണ്ട്. ദൈവത്തിൻ്റെ നിത്യ സുവിശേഷം അവൻ്റെ കരങ്ങളിലുണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1 അധ്യായത്തിൻ്റെ 16 വാക്യം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യൗവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. സുവിശേഷത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു ലഘുവായ ഒരു വിവർത്തനമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശ്വസിക്കുന്ന ഏവനും, ഈ ലോകത്തിലായിരിക്കുന്ന ഏത് ജാതിക്കാരനും ഏത് വംശക്കാരനും ഏത് ഗോത്രക്കാരനും ഏത് ഭാഷക്കാരനും, അത് രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ ഒരു ശക്തി അത്രേ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ആ സുവിശേഷത്തെ മുറുകെ പിടിപ്പീൻ. വീണ്ടും അവിടെ പറയുന്നത്, വെളിപ്പാട് 14-6 വാക്യം നാം വായിച്ച ആ വാക്യം തുടർന്ന് പറയുന്നത്, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ഫോർ ദ അവർ ഓഫ് ഹിസ് ജഡ്ജ്മെൻറ്റ് ഹാസ് കം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും, നാം എങ്ങനെ ജീവിച്ചാലും ഈ ഭൂമിയിൽ എവിടെയെല്ലാം ഒളിച്ച് ഏതെല്ലാം രീതിയിൽ ആരെയെല്ലാം ഭയപ്പെട്ട് ആരെയെല്ലാം ഭയപ്പെടാതെ എങ്ങനെയെല്ലാം ജീവിച്ചാലും, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ന്യായവിധിയുടെ ഒരു നാൾ വരും. ദൈവസന്നിധിയിൽ ന്യായാസനത്തിൽ നീ ചെയ്ത ഓരോ പ്രവൃത്തിക്കും നീ കണക്ക് ബോധിക്കേണ്ട ഒരു നാൾ വരും. തുടർന്ന് പറയുന്നത്, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു.
ഈ ഭൂമിയെയും ഇതിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ നമസ്കരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായിട്ട് ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. എന്തെന്നാൽ ന്യായവിധിയുടെ നാൾ വന്നിരിക്കുന്നു. അവനെ നമസ്കരിപ്പീൻ, ആരാധിപ്പീൻ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ലോകത്തിൽ നാം ഇന്ന് നോക്കുമ്പോൾ ദൈവത്തെ ഭയമില്ലാത്ത ഒരു വലിയ ജനസമൂഹത്തിൻ്റെ മധ്യയിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തെ ഭയമില്ലാത്തതുകൊണ്ട് അവർ മനുഷ്യരെയും ഭയക്കുന്നില്ല. ദൈവഭയം മനുഷ്യരുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹിത, നിനക്ക് ന്യായവിധിയുടെ ഒരു നാൾ വരും. നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ കണക്ക് ദൈവസന്നിധിയിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു നാൾ സമീപമായിരിക്കുകയാണ്. ന്യായാസനത്തിൽ ആരാണ് ന്യായം വിധിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്ക് പഠിക്കാം. എന്നോടൊപ്പം നിങ്ങളുടെ കരങ്ങളിൽ വിശുദ്ധ വേദപുസ്തകം ഉണ്ട് എങ്കിൽ, പ്രിയ ദൈവജനമേ, 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ പറയുന്ന നമുക്കൊന്ന് വായിക്കാം. അവിടെ പറയുന്നു, അന്നു വനത്തിലെ വൃക്ഷങ്ങൾ യഹോവയുടെ മുമ്പിൽ ആർക്കും, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. ന്യായം വിധിപ്പാൻ നമ്മുടെ കർത്താവ് വരുന്നു. സങ്കീർത്തനക്കാരനും സങ്കീർത്തനങ്ങൾ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. ഇന്ന് അനേക കോടതികൾ ലോകത്തിലുണ്ട്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ദൈവത്തിൻ്റെ കോടതി ഭൂമിയിലുള്ള കോടതിയെക്കാളിലും നേരോടെ ന്യായത്തോടെ വിധി പ്രസ്താവിക്കുന്നത് ഒന്നാണ്. ദർ ഇസ് നോ പാർഷ്യാലിറ്റി ഇൻ ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ മുഖപക്ഷമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ദൈവത്തെ നമ്മുടെ സൽപ്രവൃത്തിയിൽ കൂടി മാത്രമേ നമുക്ക് സ്വാധീനിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവം ഈ ലോകത്തെ നീതിയോടെ വിധിക്കും. നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവത്തെ, ജാതികളെ നേരോടെ ന്യായപാലനം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? എത്ര പേർ അതിൽ ആനന്ദിക്കുന്നു? കർത്താവിൽ പ്രിയ ദൈവജനമേ, സങ്കീർത്തനക്കാരൻ തുടർന്നും പറയുന്നത് 58-ന്റെ 11-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട് നിശ്ചയം. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, യഹോവയുടെ ഇഷ്ടം നീ ചെയ്യുന്നുവെങ്കിൽ, നീതിമാനായിട്ട് നീ ഭൂമിയിൽ പാർക്കുന്നുവെങ്കിൽ നിനക്ക് പ്രതിഫലമുണ്ട് നിശ്ചയം. അത് മറ്റാരുമല്ല, ദൈവം തന്നെ നൽകും. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. യെസ്, ദർ ഈസ് എ ഗോഡ് ടു പാസ് ജഡ്ജ്മെൻറ്റ്. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ആരാധിപ്പാനാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനം എന്നോടും നിങ്ങളോടും നമ്മോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നത്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, കാലം അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് തിരിയുകയാണ്. ഏതാണ്ട് പ്രവചനം നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവ് എനിക്കും നിങ്ങൾക്കും ശേഷം ഈ ഭൂമിയിൽ ഒരു തലമുറ കൂടി അശേഷിക്കുമോ എന്ന് വളരെ സംശയകരമായൊരു സമയം. മനുഷ്യനെ തന്നെ സ്നേഹിക്കുന്നു. ദൈവഭയം അവന് നഷ്ടപ്പെടുന്നു. താൻ ചെയ്യുന്ന പ്രവൃത്തി അവനെ എങ്ങോട്ട് നയിക്കും, അവൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അവന് തന്നെ സ്വയം അറിയുകയില്ല.
എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ന്യായവിധി ഉണ്ട് എന്നൊരു ഭയം നമ്മളിലുണ്ട് എങ്കിൽ നമ്മുടെ പ്രവൃത്തി ഒരു പരിധിവരെ ദൈവഹിതം ആയിരിക്കും. യോവേൽ പ്രവാചകൻ എഴുതിയ പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് അവിടെ യോവേൽ വിശേഷിപ്പിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ, അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും. അവിടെ ഞാൻ സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, യഹോവ നമ്മെ ഓരോരുത്തരെയും ന്യായം വിധിക്കുന്ന ഒരു നാൾ വരും. ന്യായവിധിയെക്കുറിച്ച് നീ ഭയപ്പെടുന്നുണ്ടോ? ന്യായവിധിയെക്കുറിച്ച് നീ ബോധവാനാണോ എന്ന് ഇന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, മനുഷ്യൻ്റെ കണ്ണുകളെ നിങ്ങൾക്ക് മറയ്ക്കുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ കണ്ണുകളെ മറയ്ക്കുവാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ ഓരോ രഹസ്യങ്ങളും ദൈവം മുൻപാകെ വെളിപ്പെട്ടിട്ടുണ്ട്. നാം ചെയ്യുന്ന ഓരോ രഹസ്യങ്ങളും ദൈവം വിധിക്കും. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹിത, സഹോദര, സഹോദരി, നീ ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ ഒരു പക്ഷേ നിൻ്റെ മേലധികാരിയെ നിനക്ക് വഞ്ചിക്കാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും. മേലധികാരി അറിയാതെ നിനക്ക് ധനം സമ്പാദിക്കാൻ സാധിക്കും. കള്ളക്കണക്കെഴുതി ബോധ്യപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ നിനക്ക് കണക്കെഴുതി ബോധിപ്പിക്കാൻ സാധിക്കുന്നതല്ല. നിനക്ക് നിൻ്റെ ദൈവത്തെ തെറ്റിദ്ധരിപ്പാൻ സാധിക്കുന്നതല്ല. ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ നീ ചെയ്ത ഓരോ പ്രവൃത്തിയും, അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ എന്തുമാകട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിൻ്റെ രഹസ്യ പാപങ്ങളെ ദൈവം ന്യായം വിധിക്കുന്നതായിരിക്കും. എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹിത, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും എന്തെങ്കിലും പാപം നാം ചെയ്തിട്ടുണ്ടെങ്കിൽ, ന്യായവിധിയുടെ നാൾ അടുത്തിരിക്കുന്നതിനാൽ, ന്യായാസനത്തിങ്കൽ ദൈവം ഇരുന്ന് നേരോടെ വിധിക്കുന്നതിനാൽ, നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയേണ്ടത് ഒരു ആവശ്യകതയാണ്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കാൽവറിയിലേക്കുള്ള യാത്രയിൽ എന്നെയും നിങ്ങളെയും ക്രിസ്തുയേശു നയിക്കുമ്പോൾ, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹിത, എന്നിലും നിങ്ങളിലും പാപമില്ലാതെ ഒരവസ്ഥയായിരിക്കട്ടെ. ന്യായാസനത്തിങ്കൽ ദൈവം നേരോടെ വിധിക്കുമ്പോൾ, മകനെ, മകളെ, നീ എൻ്റെ ശബ്ദം കേട്ട് നിൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് നീ ക്ഷമ പ്രാപിച്ചതിനാൽ നിന്നെ എൻ്റെ സ്വസ്ഥതയിൽ ഞാൻ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ മഹനീയ ശബ്ദം കേൾക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വെളിപ്പാടുകാരൻ താൻ എഴുതിയ വെളിപ്പാട് 20-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ 11-ാമതും വാക്യത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ട് അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആവാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ട് പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു.
പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണമായ ന്യായവിധി ഉണ്ടായി. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, വേദപുസ്തകം വളരെ സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് പറയുന്നു, മരിച്ചവർക്ക് അവർ ജീവിച്ചിരിക്കുന്ന നാൾ വരെ അവരുടെ പ്രവൃത്തി എപ്രകാരമായിരുന്നോ അതിനെ ആസ്പദമാക്കി ഒരു ന്യായവിധി ഉണ്ടായി എന്ന്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, മരണം വരെ നിൻ്റെ പ്രവൃത്തി എപ്രകാരമായിരിക്കുമോ ആ പ്രവൃത്തി നേരെങ്കിൽ നല്ലതെങ്കിൽ നിന്നെ നിത്യതയിലേക്ക് നയിക്കും. നീ നിത്യജീവന് കിരീടത്തിന് അവകാശിയായും, മറിച്ച് നിൻ്റെ പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമില്ല എങ്കിൽ അത് നിന്നെ നിത്യനാശത്തിലേക്ക് നയിക്കും. വെളിപ്പാടുകാരൻ 20:4 പറയുന്നത്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. വെളിപ്പാട് 20-ാം അധ്യായം നാം പഠിക്കുമ്പോൾ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും മേഘങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് പോവും. ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ചു പോകുമ്പോൾ, സാത്താനെ ചങ്ങലയിൽ ബന്ധിക്കുമ്പോൾ, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ക്രിസ്തുവിൽ മരിച്ച് അല്ലെങ്കിൽ ജീവനോട് ശേഷിച്ച് അവനോടൊപ്പം രൂപാന്തരം പ്രാപിച്ചവർ ന്യായാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തോടൊപ്പം ചേർന്ന് ന്യായാസനത്തിങ്കൽ ദൈവം അവർക്ക് ന്യായവിധിയുടെ അധികാരം നൽകും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ന്യായവിധിയുടെ അധികാരം പ്രാപിപ്പാൻ, ന്യായവിധിയുടെ അധികാരം ലഭിപ്പാൻ എനിക്കും നിങ്ങൾക്കും ഇഷ്ടമില്ലേ? ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ബേൽശസ്സർ രാജാവ് ഒരു വലിയ വിരുന്നൊരുക്കി. തൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും എല്ലാം ആ വിരുന്നിൽ കുടിച്ച് മത്തായി ആനന്ദിക്കുന്ന സന്ദർഭം നമുക്ക് കാണുവാൻ സാധിക്കും. അവർ വിരുന്നിൽ വീഞ്ഞു കുടിച്ചതോ തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെയായിരുന്നു. പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച ആ പാത്രങ്ങളിൽ രാജാവും ഭാര്യയും വെപ്പാട്ടിമാരും എല്ലാം വീഞ്ഞു കുടിച്ച് മത്തരായി. ആ സന്ദർഭത്തിലാണ് സ്വർഗത്തിൽ നിന്ന് ഒരു കൈ വന്ന് ചുവരിൽ ഒരു എഴുത്ത് എഴുതിയത്. കഥ നമുക്കറിയാം. രാജ്ഞി ദാനിയേലിനെ വിളിക്കുന്നു. ദാനിയേൽ അത് വന്നു വായിക്കുന്നു. എഴുത്തിപ്രകാരമായിരുന്നു, മേനെ മേനെ തെക്കേൽ ഉഫർസീൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദാനിയേൽ വർണ്ണിക്കുന്നത്, ദൈവം നിൻ്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു, തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായിട്ട് കണ്ടിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ബെൽശസ്സർ രാജാവ് അവൻ ആനന്ദിച്ച് കുടിച്ച് മത്തനായി ഭാര്യമാരോടും വെപ്പാട്ടികളോടൊപ്പം ആനന്ദിച്ചപ്പോൾ ദൈവത്തിന് അതിഷ്ടപ്പെട്ടില്ല. അവൻ്റെ രാജ്യത്വത്തിന് ഒരു അറുതി വരുത്തി. ദാനിയേൽ അതിൻ്റെ അർത്ഥം രാജാവിനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ആ അധ്യായം അവസാനിക്കുന്നത് 30-31 വാക്യത്തിൽ പറയുന്നത്, ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽശസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാരാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. ദൈവത്തെ മറന്ന് ജീവിച്ചപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടായി. ആ രാത്രിയിൽ തന്നെ
ബെൽശസ്സർ രാജാവ് കൊല്ലപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്ത് ഭയാനകമായ ഒരനുഭവം. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ പ്രവൃത്തിക്കൊത്തവണ്ണം സ്വർഗത്തിൽ ഒരു ന്യായവിധി ഉണ്ടായിരിക്കും. മഹാജ്ഞാനിയായിരുന്ന ശലോമോൻ സഭാപ്രസംഗിയിൽ പറയുന്നത്, സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ 13ഉം 14ഉം പറയുന്നത്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ സകല പ്രവൃത്തിയും വിചാരങ്ങളും രഹസ്യങ്ങളും ന്യായവിസ്താരത്തിലേക്ക് ദൈവം വരുത്തും. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും സാരാംശം ഇതാണ്: ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. എനിക്ക് ശേഷം ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ള ബോധ്യം എന്നെ ഭരിക്കണം, നിങ്ങളെ ഭരിക്കണം, നമ്മെ ഓരോരുത്തരെയും ഭരിക്കണം. പാട്ടുകാരൻ ഇപ്രകാരമാണ് പാടുന്നത്: ന്യായവിധി നാൾ വരുന്നിതാ, പ്രിയൻ വരാൻ കാലമായല്ലോ, ലോകത്തിൽ നശിച്ചു പോകുന്ന ലോകരെ നീ രക്ഷിച്ചിടണേ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലഭൻ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങൾക്ക് നൽകൂ, പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങൾക്ക് നൽകൂ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ന്യായവിധിയുടെ നാഴിക ഇപ്പോൾ വന്നിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കാൻ പാപത്തെ വെറുത്ത് ജീവിപ്പാൻ, പാപബോധം നമ്മളിൽ വരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ന്യായവിധിയെ ഓർത്തുകൊള്ളുക. നമ്മുടെ രഹസ്യ പാവങ്ങളെ ദൈവം നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നമുക്ക് നമ്മെ തന്നെ, നമ്മുടെ പാവങ്ങളെ എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ന്യായാസനത്തിലിരിക്കുന്ന ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവനോടൊപ്പം വാഴുവാൻ നമ്മുടെ കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്ര സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ആയിരിക്കുന്ന സ്ഥലത്ത് കണ്ണുകളെ അടച്ചിരുന്ന് ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സൃഷ്ടിച്ചവനായ നല്ല ദൈവമേ, പാപബോധത്തോടുകൂടി പാപഭാരവുമായി അങ്ങയുടെ പാദത്തിങ്കിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളെ, അത് ഉള്ളതായിരുന്നാലും പരസ്യമായിരുന്നതായിരുന്നാലും അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപബോധത്തെ ഞങ്ങളിൽ വരുത്തണമേ. ഇനിയും അടിയങ്ങൾ പാപം ചെയ്യാതെ എൻ്റെ ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ അടിയങ്ങളെ പ്രാപ്തരാക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ന്യായാസനത്തിങ്കൽ അവിടുന്ന് ന്യായം വിധിക്കുമ്പോൾ കർത്താവെ, ലംഘനം ക്ഷമിച്ചവരായിരിക്കാൻ അടിയങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ അടിയങ്ങളെ ഇടയാക്കണമെന്ന് യേശു ക്രിസ്തു മുഖേന അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുന്നുമാറാമേ. ആമേൻ.